അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് ഇവനെയാണ് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ വളരെ ചിലവ് കുറച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷൂ റാക്ക് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇലക്ട്രിക്കൽ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നിട്ട് സൈഡിൽ കാണുന്നൊരു ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താലേ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ പട്ടപ്പെട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ശ്രീരാജ്, എല്ലാവർക്കും Vblog4uന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വേണ്ടത് ചെയ്യാൻ നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ PVC അത് രണ്ട് ടൈപ്പ് ക്വാളിറ്റി ഉണ്ട്. നോൺ ISA ഉണ്ട്, ISA ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തത് നോൺ ISA ആണ്. അത് തന്നെ ധാരാളമാണ്, വില കുറവാണ്. അതിൻ്റെ 28 രൂപ റേഞ്ചൊക്കെ നമുക്കൊരു പൈപ്പിന് വരത്തുള്ളൂ, 3 മീറ്റർ. അപ്പോൾ അത് ഇതുപോലെ ഞാൻ ചെറിയ പീസാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ട അളവ് അതെല്ലാം ഞാൻ ഇപ്പോൾ പറയാം. ആ അളവ് നമ്മൾ പറഞ്ഞ ഈ ടേപ്പ് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കെയിലും കൊണ്ടോ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ അളവ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പെർമനൻറ്റ് മാർക്കർ ഉണ്ടല്ലോ, മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ സെൻറ്റിമീറ്ററും കാര്യമൊക്കെ നമുക്ക് അളക്കാൻ പറ്റും. അങ്ങനെ വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു കട്ടിങ് പീസാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പീസുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവുകളും കാര്യങ്ങളും ഇപ്പോൾ കാണാം. ഇതിപ്പോൾ നമ്മൾ 65 സെൻറ്റിമീറ്റർ നീളമുള്ള PVC പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്സോ ബ്ലേഡ് വെച്ചിട്ട്. ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 9 ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 6 എണ്ണം ആയാലും മതി. അതിൻ്റെ റീസൺ ഞാൻ ലാസ്റ്റ് പറയാം. ഇത് നമ്മൾ കുറച്ച് ടീ എടുത്തേക്കാണ്. ഇതൊരു 26 ടീ ഉണ്ട്. ഒരു 4 ടീ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അത് ഞാൻ ലാസ്റ്റ് എന്തായാലും പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ 4 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൽബോ വേണമെന്ന് വെച്ചാൽ 4 എൽബോ ആണ്. നിങ്ങൾക്ക് അത് 4 ബെൻഡ് ആയാലും മതി, നോ പ്രോബ്ലം. പിന്നെ വേണ്ടത് വെച്ചാൽ 3.5 സെൻറ്റിമീറ്ററിൻ്റെ 12 എണ്ണമാണ് വേണ്ട. പക്ഷേ ഇവിടെ 12 ഇല്ല. ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത സമയത്ത് കയറി അത് ടൈറ്റ് ആയിരിപ്പുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതിൽ 12 എണ്ണം പീസുണ്ട്. പിന്നെ വേണ്ടത് വെച്ചാൽ 17 സെൻറ്റിമീറ്ററിലുള്ള 8 എണ്ണമാണ് വേണ്ട. 1 2 3 4 5 6 7 8 പീസ്. പിന്നെ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 7.5 സെൻറ്റിമീറ്ററിലെ 12 പീസും. നമ്മുടെ ഈ ഓരോ പൈപ്പിനകത്ത് നമ്മളുടെ ഈ ടീ കയറ്റിയിട്ട് കൊടുക്കുക. 2 സൈഡിലായിട്ട് കണ്ട് ഇതേപോലെ സെൻറ്ററിൽ ഭാഗം കൊണ്ടിട്ട് കയറ്റിയിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മുടെ എല്ലാ ടീയും നമ്മുടെ പൈപ്പിനകത്തേക്ക് കയറ്റണം. അങ്ങനെ 9 ടീയും ചെയ്യണം. സെൻറ്റർ കയറ്റിയിട്ടാൽ മാത്രം മതി. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ സോൾവെൻറ്റിന് പകരം നമ്മൾ ഈ ടൈപ്പ് PVC അത് സോൾവെൻറ്റ് തേച്ചാൽ അത്രയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. PVC സോൾവെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഫ്ലെക്സ് ബോണ്ട് എന്നൊക്കെ പറയുന്നത് ഫ്ലെക്സ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പശയുണ്ട്. അതാകുമ്പോൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് സംഭവം ഇതിനെക്കാട്ടിരിക്കും. നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ അല്ലാതെ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സോൾവെൻറ്റ് തന്നെ കറക്റ്റാണ്. കാരണം സോൾവെൻറ്റ് നന്നായിട്ട് തന്നെ അത് പിടിച്ചിരിക്കും. പക്ഷേ ഇതിനകത്തൊക്കെ പിടിച്ചിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ കണ്ട 9 പീസും ടീയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്ന് വെച്ചാൽ അടുത്ത പരിപാടി നമ്മൾ നേരത്തെ പറഞ്ഞ 7.5 സെൻറ്റിമീറ്റർ, ആ 7.5 സെൻറ്റിമീറ്റർ ഒരു സൈഡിൽ കയറ്റുക. എന്നിട്ട് അടുത്ത് നമ്മുടെ ടീ കണക്ട് ചെയ്തേക്കുന്ന വലിയ പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡിനകത്ത് കയറ്റുക. അതെ, ഇതേപോലെ തന്നെ തൊട്ടിപ്പുറ സൈഡിലും നമ്മൾ പൈപ്പ് കറക്റ്റ് ലെവലിലോട്ട് കൊണ്ടുവെക്കുക. കാരണം ഇതിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ എത്തിക്കണം. അതെ, മൊത്തം ഞാൻ സൈഡിലേക്കൊന്ന് മാറ്റുവാണ് ഇവിടെ വെച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതാകുന്നുണ്ടോ നമുക്കറിയാൻ പറ്റില്ല അത്. എന്നിട്ട് ഇവിടെ ഞാൻ 7.5 ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഞാനത് അടുത്ത് കയറ്റുന്നു. എന്നിട്ട് അത് ഇതിലേക്കാക്കുന്നു. ഇതേപോലെ നമ്മുടെ ഇനി അടുത്തതോടെ കയറ്റണം. നമ്മുടെ സ്റ്റെമ്പ് പോലെ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് 3 എണ്ണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കിത് 6 എണ്ണം ആയാലും മതി. ഈ സെൻറ്ററിലെ സാധനം നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. നമ്മളിങ്ങനെ സ്റ്റാൻഡ് ഒരു സമയത്ത് സ്റ്റാൻഡാണ്, നമ്മുടെ ഷൂ ഒക്കെ ഇരിക്കുന്ന റാക്കിൻ്റെ സ്റ്റാൻഡാണിത്. അപ്പം നിങ്ങൾക്കിത് ഓപ്ഷനിലാണ് സെൻറ്ററിൽ വേണോ വേണ്ടായോ എന്നുള്ളത്. അപ്പോൾ ഇത് വെച്ചാൽ ഒന്നുകൂടെ നമുക്ക് ബലമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞത്. അതെല്ലാം ലാസ്റ്റ് ഞാൻ ക്ലിയർ ആയിട്ട് പറയും. ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ചുമ്മാ നമ്മൾ കയറി ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ നമുക്ക് ഈ കംപ്ലീറ്റ് സാധനത്തെ സെറ്റ് ചെയ്തെടുക്കണം. അതിന് ഒരു സെറ്റ് റെഡിയായി മാറ്റി 3 എണ്ണം ലെവലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഈ രീതി. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എൻഡിലായിട്ട് നമ്മൾ 3.5 കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടീ എടുത്തിട്ട് ടീയുടെ സെൻറ്റർ ഭാഗം ഈ രീതിയിൽ വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ. കാരണം 3.5 എടുത്താൽ ഇതുണ്ടോ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വരത്തില്ല, നല്ല ടൈറ്റിൽ കിട്ടും. 3.5 എടുത്താൽ ഒരു പ്രാവശ്യം കിട്ടത്തില്ല, 3.5 എടുക്കണം. അതുകൊണ്ട് ഈ രീതിയിൽ ഗ്യാപ്പില്ലായിട്ട് ഇച്ചിരി നീളം കൂടിയാലും കുഴപ്പമില്ല, നിങ്ങൾ യുക്തി അനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ഈ 4 സൈഡിലും ചെയ്യണം. ഇനി ഈ 2 ഷൂ റാക്കുകൾ തമ്മിലുള്ള അകലമാണ് നമ്മൾ 17 സെൻറ്റിമീറ്റർ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് നിങ്ങൾക്ക് എടുക്കാം.
അപ്പോൾ അതിൽ നമ്മൾ 17 സെൻറ്റിമീറ്ററുള്ള ഓരോന്നിടത്തും മുകളിലിട്ട് കൊടുക്കുക. 17 ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, അടുത്ത ഇടുന്ന സമയത്ത് റെഡിയാവും. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ അടുത്ത സാധനം വെക്കേണ്ടത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ എൽബോ എടുത്തിട്ട് എൽബോയുടെ ഈ താഴ്വശം നമുക്ക് ഇവിടെ കൊടുക്കണം. ഇപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ് വെച്ചപ്പോൾ ടൈറ്റായി പോയതാണ്, അതുപോലെ നിർത്തിയേക്കാം. അതിൻ്റെ കാരണം നമുക്ക് ലാസ്റ്റ് നോക്കാം. ഈ രീതിയിൽ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെയും ഇവിടെയും നമ്മൾ വെച്ച് കൊടുത്ത് 4 എണ്ണം അടിയിൽ അവനെ മാറ്റട്ടെ. ഇനി ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ 4 എൻഡിൽ നമ്മുടെ 3.5 സെൻറ്റിമീറ്റർ കയറ്റിട്ട് കൊടുക്കുക. 1 2 3 4 എന്നിട്ട് ഇവനെ ഒന്ന് അമർത്തി കൊടുക്കാമെങ്കിൽ കറക്റ്റായിട്ട് കയറിക്കണം. ഇനി ഇതിനിടയ്ക്കോട്ട് നമ്മളത് കയറ്റി കൊടുക്കണം. ഇവിടെ കയറി സെറ്റായിട്ടുണ്ട്. ഇവിടുത്തെ ഒന്ന് ഇളകി പോയിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കണം. അതെ, അടിപൊളിയായിട്ട് സാധനം കയറിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇതുപോലെ ടൈറ്റ് ചെയ്താൽ മതി. സാധനം നല്ല സ്ട്രോങ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ സ്ട്രോങ് കിട്ടാണ് ഇതുണ്ട് അത്ര കുലുക്കിട്ട് വീഴാത്ത. ഈ സ്ട്രോങ് കിട്ടാനാണ് ഈ സെൻറ്ററിൽ ഇത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മേളിൽ നിന്നുള്ളത് ഇളക്കി കളഞ്ഞു, കാരണം ഇതിൻ്റെ മുകളിലാണ് ആ സാധനം വരേണ്ടത്. അതുകൊണ്ട് തൽക്കാലം ഞാനത് ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഞാൻ പറയില്ലേ ടൈറ്റായിട്ടിരുന്നത്, അപ്പോൾ പ്ലെയർ വെച്ച് നമ്മൾ ഇളക്കി മാറ്റി. ഇനി പറഞ്ഞതിൻ്റെ കൂട്ട് 17 സെൻറ്റിമീറ്ററിൻ്റെ ഇവിടെ ഇറക്കി കൊടുക്കുക. കാരണം ഇവിടെ 17 കിടക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ മറ്റേ ഇളക്കിയും കളഞ്ഞത്. അപ്പോൾ നമ്മൾ അതുമായി ഇനി അടുത്ത് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് മുന്നേ ഈ 4 എൻഡിലായിട്ട് നമ്മൾ നേരത്തെ 3.5 എല്ലായിടവും ചെയ്തതിൻ്റെ കൂട്ട് 3.5 എല്ലായിടും ഇട്ട് കൊടുത്തിട്ട് 3.5 വെച്ചിട്ട്. അപ്പോൾ ഇവിടെയാണല്ലോ ഈ സാധനം ഇനി വരേണ്ടത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെച്ചാൽ എല്ലായിടത്തോടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ താണ്ടെ ഈ ഒരു എൽബോ ഞാനിവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൽബോ കയറി കഴിഞ്ഞാൽ അത് സ്റ്റാൻഡായി ഈ രീതിയിൽ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഇതേപോലത്തെ ടീ നിങ്ങൾ ഇവിടെ കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മുകളിൽ ലെയർ വരും. എന്നിട്ട് തൊട്ട് മുകളിലോട്ട് വീണ്ടും ഒരു പൈപ്പ് വെച്ചിട്ട് ഒരു ബെൻഡോ എങ്കിലും കൊടുക്കാമെങ്കിൽ നമ്മളിങ്ങനെ പിടി പോലെ ഹാൻഡിൽ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. കാര്യം ഞാൻ എൻ്റെ ഒരു സാധനം ഇല്ലായിരുന്നു, അപ്പോൾ ഇന്നലെ വൈകിട്ട് പോയി നോക്കിയപ്പോഴും കട ഓപ്പൺ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങാൻ പറ്റില്ല. എങ്കിൽ ആ രീതിയിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ ഹാൻഡിൽ പോലെ നിങ്ങൾക്ക് പൊക്കി എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ അവിടേക്ക് നമ്മൾ ഫ്ലെക്സ് ബോണ്ടൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പൊക്കി എടുത്താലും നമ്മൾ താഴെ പോകത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫൈനൽ ഔട്ട്പുട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ടീ കൊടുക്കുക. ടീ കൊടുത്തിട്ട് ഇതേപോലെ തന്നെ, അതായത് ഇതുപോലെ വരും, ഇതേപോലെ ഒരു മുകളിലോട്ട് ശകലോടെ വെച്ചിട്ട് ഒരു ബെൻഡൊക്കെ വാങ്ങിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിവർ പോലെ ഈ ഹാൻഡി പോലെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് നമുക്ക് അതില്ലാത്തതുകൊണ്ട് തൽക്കാലം എന്താ എൽബോ ഇട്ടിട്ട് ഔട്ട്പുട്ട് ഫൈനലായി നിർത്തുവാണ്. നമ്മുടെ ഒരുവിധം സ്റ്റാൻഡ് ഇതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് താഴെ കണ്ടില്ലേ, ഏറ്റവും താഴെ ഇങ്ങനെ മുട്ടി നിൽക്കുക. അപ്പോൾ ഈ മുട്ടി നിൽക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 സെൻറ്റിമീറ്ററിൻ്റെ ഇതേപോലെ പീസ് കട്ട് ചെയ്യാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഈ നടുക്കെടുത്ത് അതേ 7.5 തന്നെ കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 10 നിങ്ങൾ വേറെ എക്സ്ട്രാ കട്ട് ചെയ്ത് അപ്പോൾ ഇച്ചിരി ഹൈറ്റ് കിട്ടും. ഓവറായിട്ട് ഈ ഒരു 17 സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബലം താങ്ങത്തില്ല. നമ്മൾ ചെരുപ്പുകളൊക്കെ വെക്കുമ്പോൾ ഈ 7-10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡാണ്. അപ്പം ഞാൻ നേരെ മുകളിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇതേപോലെ ഒന്നുകൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു ബെൻഡ് കൊടുക്കാമെങ്കിൽ ഈ പറഞ്ഞ ഹാൻഡിലിട്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നല്ല ഫൈനൽ ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. ഇത് ഏകദേശം നമുക്കൊരു 172 രൂപ അടുപ്പിച്ച് നമുക്ക് ചിലവ് വന്നിട്ട് മൊത്തം സാധനം ഉൾപ്പെടെ ഇത്രയും ഇരിക്കുന്ന സാധനത്തിന് മൊത്തം. പക്ഷേ ഞാൻ പറഞ്ഞോട്ട് നേരത്തെ ചിലവൊരുക്കി നമ്മൾ ഈ പറഞ്ഞ നേരത്തെ തൊട്ട് 150 രൂപയ്ക്കകത്ത് 145 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആ തമിഴിൽ പറഞ്ഞ പോലെ അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നടുക്കത്ത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 പൈപ്പ് അവോയ്ഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് 1 2 3 4 5 6 ടീയോളം നമുക്ക് കുറവ് വരും. ഇത്രയും പൈപ്പ് വേണ്ട, പൈപ്പിൻ്റെ അളവ് കുറയും. അപ്പോൾ എങ്ങനെയാലും നിങ്ങൾക്ക് ഒരു 145 രൂപ 150 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി സ്ട്രോങ് വേണ്ടതുകൊണ്ടാണ് ഈ ചെയ്തത്. 20 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഈ ഒരു നല്ല സ്ട്രോങ് കിട്ടും. ഒരു 3 രൂപയേ ഉള്ളൂ നമ്മുടെ ഈ ടീക്ക് വില എന്ന് പറയുന്നത്, വെറും 3 രൂപ. അപ്പോൾ എന്താ നല്ല സ്ട്രോങ്ങിൽ സാധനം വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചെരുപ്പൊക്കെ വെച്ച് ഒന്ന് ട്രയൽ അടിച്ച് നോക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഈ ഗമ്മൊക്കെ അടിച്ചെടുക്കാം കേട്ടോ. എങ്ങും ഇളകിയിട്ടില്ല, വന്ന് കാണിച്ചു കൊടുത്തില്ല, എങ്ങും ഇളകിയിട്ടില്ല.
ഇത്രയും നമ്മൾ കുലുക്കിയിട്ടിട്ട് എങ്ങും ഇളകിയിട്ടില്ല. ഈ രീതിയിലാണ് നമ്മളുടെ PVC പൈപ്പ് വെച്ചിട്ടുള്ള ഷൂ റാക്ക് ചെയ്യുന്നത്. കൊണ്ടുപോയിട്ട് നമ്മൾ ഷൂ ഒക്കെ വെച്ചിട്ട് എങ്ങനെ സാധനം ഔട്ട്പുട്ട് ചെയ്യാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾ ഇതൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ് ഔട്ട്ഡോർ ഷൂട്ടും ചെയ്ത് ഔട്ട്ഡോറിൽ ഒരുപാട് വെറൈറ്റി നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനൽ കയറി നോക്കിയിരുന്നാൽ മതി. ഒപ്പം തന്നെ ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഇതുപോലെ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പിന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് ഷൂ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് അല്ലെങ്കിൽ എന്താ പറയുക ചെരുപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. നമ്മുടെ ചെരുപ്പുകളെല്ലാം എന്താണ് ഇപ്പോൾ തൽക്കാലത്തെ കൊണ്ടുവച്ചാൽ നമുക്ക് 3 ചെരുപ്പുകൾ സുഖമായിട്ട് വെക്കാം. 3, 3, 6, 3, 9 ചെരുപ്പ് 10 ചെരുപ്പൊക്കെ നമുക്ക് അടുപ്പിച്ച് വേണം കയറ്റി വെക്കാണ്ട്. ഈ രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. മുൻപ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം Vblog4you.